യേശുക്രിസ്തുവിൻ്റേത് എന്ന് പലരും വിശ്വസിക്കുന്ന 4.4 മീറ്റർ നീളമുള്ള ശവക്കച്ചയാണ് ഷ്രൗഡ് ഓഫ് ടൂറിൻ. ഈ ശവക്കച്ച ഇന്ത്യയുമായി ബന്ധമുള്ളതാണ് എന്ന പുതിയ DNA പരിശോധനാ ഫലം. ദുഃഖവെള്ളി ദിനമാണെന്ന് ദുഃഖവെള്ളി ദിനത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഭാസ്കരൻ നായർ അജയനാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, യേശുക്രിസ്തു ഭാരതീയനാണ് എന്ന് ഇറ്റലി സർവകലാശാല റിപ്പോർട്ട്. എക്സ്റേ വിശകലനവും DNA പരിശോധനയുമാണ് ഈ പഠനത്തിൽ ഉപയോഗിച്ചത് എന്ന് അദ്ദേഹം വിശദമാക്കുന്നു. വാനിലീൻ പരിശോധനയിലൂടെ ഈ പുതപ്പിന് 1300 മുതൽ 3000 വർഷം വരെ പഴക്കമുണ്ടാകാം എന്ന് ഗവേഷകനായ റെയ്മണ്ട് റോജേഴ്സ് നിഗമനത്തിലെത്തി എന്നാണ് ആ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. പാദുക സർവകലാശാലയിലെ പ്രൊഫസർ ജിയൂലിയോ ഫാന്തി നടത്തിയ പരിശോധനകളിലും ഇതേ കണ്ടെത്തലുകളാണ് ഉണ്ടായത് എന്നും അദ്ദേഹം ഈ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ആ കുറിപ്പ് അതേപോലെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാം. ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന ദൈവപുത്രൻ ഇന്ത്യക്കാരൻ എന്ന് ഇറ്റലി. ലോകമെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലുമുള്ള പള്ളിയിലച്ചന്മാർ പെട്ടു. യേശുക്രിസ്തു ഭാരതീയനാണ് എന്ന് ഇറ്റലി സർവകലാശാല റിപ്പോർട്ട്. 3-ാം നാൾ ക്രിസ്തു ഉയർത്തെണീറ്റതിന് ശേഷം AD 52 സെന്റ് തോമസിനെ മതപ്രചരണത്തിനായി ഇന്ത്യയിലേക്ക് അയച്ചുപോലും. പക്ഷേ എന്തൊക്കെ കള്ളങ്ങളാണ് ചിലർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഈ ദൈവഭൂമിയായ ഭാരതത്തിൽ നിന്നും പോയവർ പ്രചരിപ്പിച്ച മതത്തെ കള്ളം പറഞ്ഞ് അവർക്ക് മേൽ തന്നെ പ്രചരിപ്പിക്കുക, അത് വിശ്വസിക്കാൻ കുറച്ചുപേരും. നമ്മുടെ പൂർവികർ ഗോവയിൽ ഇവരാൽ അനുഭവിച്ച ക്രൂരതകൾക്ക് കയ്യും കണക്കുമില്ല. സ്വർണ്ണമലയുടെ പുറത്തിരുന്നിട്ടും എവിടെ നിന്നോ വന്നവർ കൊണ്ടുവന്ന ഗിൽറ്റ് മുക്കിയ ലോഹത്തെ സ്വർണമെന്ന് കരുതി ജീവിച്ചു മരിച്ച കോടിക്കണക്കിന് മനുഷ്യർ. യേശുക്രിസ്തുവും ഇന്ത്യയുമായുള്ള ബന്ധമോ? ടൂറിനിലെ ശവക്കച്ചയുടെ ഉദ്ഭവം സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്ന് എന്ന് പഠനം. ഈ ശവക്കച്ച കണ്ട കേരളത്തിലെ ഒരു പള്ളിയിലച്ചന്റെ കുറിപ്പ് വായിച്ച് 100-ലധികം പേർ മതം മാറി ക്രിസ്ത്യാനിയായി അവർ അനുഭവിച്ചോ എന്നും അദ്ദേഹം കുറിക്കുന്നു. ഇറ്റലിയിലെ പാദുവ സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ DNA വിശകലനത്തിൽ ശവക്കച്ചയിലെ രക്തക്കറയും നിർമ്മിക്കാൻ ഉപയോഗിച്ച നൂലുകളും അതിശയിപ്പിക്കുന്ന ഇന്ത്യൻ ബന്ധങ്ങളാണ് വെളിപ്പെടുത്തുന്നത്. യേശുക്രിസ്തുവിൻ്റേത് എന്ന് പലരും വിശ്വസിക്കുന്ന 4.4 മീറ്റർ നീളമുള്ള ശവക്കച്ചയായ ഷ്രൗഡ് ഓഫ് ടൂറിൻ ഇന്ത്യയുമായി ബന്ധമുള്ളതാണ് എന്ന് പുതിയ DNA പരിശോധനാ ഫലം വെളിപ്പെടുത്തുന്നു. ഇത് ഈ തുണിയെ സംബന്ധിച്ച നിഗൂഢത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ബയോ ആർക്കൈവിൽ പ്രസിദ്ധീകരിച്ച ഷ്രൗഡ് ഓഫ് ടൂറിൻ ഈ പഠനം അനുസരിച്ച് ശവക്കച്ചയിൽ കണ്ടെത്തിയ മനുഷ്യ DNA-യുടെ 40% ഇന്ത്യൻ വംശജരുടേതാണ്. ഏകദേശം 38.7% ഇന്ത്യൻ വംശപരമ്പരയുടെ സാന്നിധ്യം ചരിത്രപരമായ ഇടപെടലുകൾ മൂലമോ അല്ലെങ്കിൽ സിന്ധു നദീതടത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് റോമാക്കാർ തുണി ഇറക്കുമതി ചെയ്തതുകൊണ്ടോ ആകാം. റബിനിക് ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ഹിന്ദോയിൻ എന്ന പദം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ് എന്ന് പഠനം പറയുന്നു. തിരിക്കച്ച നിലവിൽ ഇറ്റലിയിലെ ടൂറിനിലുള്ള സെന്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ക്രൂശീകരണത്തിൻ്റെതിന് സമാനമായ രക്തക്കറകളും മുറിവുകളും അടയാളപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പഠനവിധേയമാക്കപ്പെട്ട ക്രൈസ്തവ പുരാവസ്തുക്കളിൽ ഒന്നാണിത്. 1354 മുതലുള്ള ഇതിന്റെ ചരിത്ര രേഖകൾ ലഭ്യമാണ്. പാദുവ സർവകലാശാലയിലെ ഗവേഷകരുടെ അഭിപ്രായം അനുസരിച്ച് തിരുക്കഫൻ നിർമ്മിക്കാൻ ഉപയോഗിച്ച നൂൽ പുരാതന ഇന്ത്യയിലെ സിന്ധു നദീതട സംസ്കാര പ്രദേശങ്ങളിൽ നിന്നുള്ളതാകാൻ സാധ്യതയുണ്ട്. സിന്ധു നദീതടത്തിനടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് ലിനൻ അല്ലെങ്കിൽ നൂല് ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട ചരിത്രപരമായ ഇടപാടുകളുമായി ഇതിന് ബന്ധമുണ്ടാകാം എന്ന് പഠനം പറയുന്നു. വർഷങ്ങളായി ടൂറിൻ പുതപ്പിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള വിവിധ മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും മനുഷ്യരുടെയും അവശിഷ്ടങ്ങൾ ഗവേഷകർ തിരിച്ചറിഞ്ഞു. പുതപ്പിൽ നിന്ന് കണ്ടെത്തിയ DNA തെളിവുകൾ സൂചിപ്പിക്കുന്നത് ഈ വസ്ത്രം മെഡിറ്ററേനിയൻ മേഖലയിൽ ദീർഘകാലം ഉണ്ടായിരുന്നുവെന്നും ഇതിലെ നൂൽ നിർമ്മിച്ചത് ഇന്ത്യയിലാകാൻ സാധ്യതയുണ്ട് എന്നുമാണ്. മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചുവന്ന പവിഴങ്ങൾ, കൃഷി ചെയ്ത സസ്യങ്ങൾ, പന്നികൾ, കോഴികൾ, നായ്ക്കൾ തുടങ്ങിയ വളർത്തുമൃഗങ്ങളുടെ സാന്നിധ്യം ഈ പുതപ്പിൽ കാലക്രമേണ അടിഞ്ഞുകൂടിയ ജൈവിക മാലിന്യങ്ങളെക്കുറിച്ചുള്ള രസകരമായ വിവരങ്ങൾ നൽകുന്നു. തിരിച്ചറിഞ്ഞ സസ്യമൃഗവർഗ്ഗങ്ങളുടെ വൈവിധ്യം കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ പുതപ്പിൽ വലിയ തോതിലുള്ള പാരിസ്ഥിതിക സ്വാധീനമുണ്ടായിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പുതപ്പിന്റെ ചരിത്രം നൂറ്റാണ്ടുകളായി ഒരു നിഗൂഢതയാണ്. ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ഇടയിൽ ഇപ്പോഴും ഏക അഭിപ്രായമില്ല. ജനിതകശാസ്ത്രം, പുരാവസ്തുശാസ്ത്രം, ഫോറൻസിക് സയൻസ്, ക്രിസ്ത്യൻ പഠനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദഗ്ധർ ഇതിൽ ഗവേഷണം നടത്തുന്നുണ്ട്. ടൂറിൻ പുതപ്പ് ഇന്നും ശാസ്ത്രീയവും ചരിത്രപരവുമായ തർക്ക വിഷയം തന്നെയാണ്. 2025 പഠനം നൽകുന്ന ശക്തമായ തെളിവുകൾ പ്രകാരം ഈ പുതപ്പ് ഒരു യഥാർത്ഥ മനുഷ്യ ശരീരവുമായി സമ്പർക്കം പുലർത്തിയതിലൂടെ ഉണ്ടായതല്ല എന്നും മറിച്ച് മധ്യകാലഘട്ടത്തിലെ ഒരു മതപരമായ കലാരൂപമായി നിർമ്മിക്കപ്പെട്ടതാണ് എന്നുമാണ്. എങ്കിലും പുതപ്പിന്റെ കൃത്യമായ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഈ സമീപകാല ഗവേഷണത്തിന് സാധിച്ചില്ല. എന്നിരുന്നാലും നൂറ്റാണ്ടുകളായുള്ള സാമൂഹികവും സാംസ്കാരികവും പാരിസ്ഥിതികവുമായ ഇടപെടലുകൾ അവശേഷിപ്പിച്ച ജൈവിക അടയാളങ്ങളെ വ്യക്തമാക്കുന്നതിലൂടെ ഈ മേഖലയിൽ പുതിയതും സുപ്രധാനവുമായ ഒരു സംഭാവന നൽകാൻ ഞങ്ങളുടെ കണ്ടെത്തലുകൾക്ക് കഴിഞ്ഞു എന്ന് ഗവേഷകർ പറഞ്ഞു. ഇനി എന്തു പറഞ്ഞ് ഹിന്ദുക്കളെ മതം മാറ്റും മല്ലയ്യ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. കൂടാതെ മതം മാറ്റാൻ വന്ന പള്ളിയിലച്ചന്മാരാണ് ഇന്ത്യയിലുള്ള മനുഷ്യരെ
അക്ഷരം പഠിപ്പിച്ചതെന്ന നെറേറ്റീവും ഗോവിന്ദയായല്ലോ. എല്ലാം കൊണ്ടും മതം മാറ്റ ലോബികൾക്ക് മോദിജിയുടെ ഇന്ത്യയിലെ സമയം അത്ര നല്ലതല്ല എന്നേ പറയാനുള്ളൂ. ഇങ്ങനെ പറഞ്ഞാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ ശവക്കച്ചയെക്കുറിച്ച് വളരെ നാളുകൾ മുമ്പ് തന്നെ തർക്കങ്ങൾ നിലനിൽക്കുകയായിരുന്നു. ആ തർക്കങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ആ കണ്ടെത്തലുകളാണ് ഭാസ്കരൻ നായർ അച്ഛൻ തൻ്റെ കുറിപ്പിലൂടെ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ ആരെയും വേദനിപ്പിക്കാനുള്ളതല്ല ഈ പോസ്റ്റ്. ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അത് പ്രേക്ഷകർക്കിടയിൽ പങ്കുവെക്കണം എന്ന് തോന്നി, അങ്ങനെ പങ്കുവച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്.